നമസ്കാരം. നാം ഏവരും മിഥുനമാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ മിഥുനമാസവുമായി ബന്ധപ്പെട്ട് ചില ജ്യോതിഷപരമായ പ്രവചനങ്ങളും വന്ന് ചേർന്നിട്ടുണ്ട്. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ചില നക്ഷത്രക്കാർക്ക് മിഥുനമാസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് പ്രവചനം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ മിഥുനമാസവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഭാഗ്യങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആരെല്ലാമാണ് ആ നക്ഷത്രക്കാർ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാർക്ക് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനങ്ങൾ പ്രകാരം അനുകൂലമായ ഫലങ്ങൾ അഥവാ ഇരട്ട രാജയോഗത്താൽ നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. അനുകൂലമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സുവർണാവസരം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. സാമ്പത്തികപരമായ ഉയർച്ചയും പുരോഗതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ ആഗ്രഹിക്കുന്നതായ ജോലിയോ, ജോലി മാറുവാനോ അല്ലെങ്കിൽ മറ്റ് താൽക്കാലിക ജോലികളോ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ശമ്പളം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അഥവാ ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുട്ടികൾ അഥവാ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ, അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക, അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള മനക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും എന്നും പ്രവചനമുണ്ട്. പല വഴികളിലൂടെയും ധനം വന്നു ചേരുകയും ഭാവിയിലേക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്നുകൂടി പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ പുണർദ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് തന്നെയാണ് പ്രവചനം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും എന്ന് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനത്തിൽ പറയുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക, സാമ്പത്തിക സ്ഥിതി അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. സാമ്പത്തിക സ്ഥിതി മാറി മറിയുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായ ദുരിതങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാവുകയും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉയർച്ച നേടുവാനോ അനുകൂലമാക്കി തീർക്കുവാനോ സാധിച്ചു എന്ന് തന്നെ പറയാം. ജീവിതം തന്നെ മാറി മറിയുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്, എന്നിരുന്നാൽ പോലും അത് നിങ്ങളെ ബാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും വന്നു ചേർന്നിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലി ലഭിക്കുവാനും വിദേശത്തേക്ക് പോകുവാനും സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിയാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പ്രധാനമായും ജീവിതത്തിൽ ധനനേട്ടം ഈ സമയം വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ ഉയർച്ച നേടുവാൻ സാധിക്കും. അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. തൊഴിലില്ലാത്ത വ്യക്തികളാണ് എങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. അനുയോജ്യമായ സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കുക, ജോലിയിൽ നിന്നും മാറുക, പുതിയ ജോലിയിൽ
പ്രവേശിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സ്ഥാനോന്നതി പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല വിജയങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. സാമ്പത്തികപരമായ പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരും. ഈ സമയം ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമാണ് സമയം. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ തേടിയെത്തി എന്ന് വരാം. കൂടാതെ സന്താനങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ കടന്ന് വരുന്നതായ സമയമാകുന്നു. അത്തരത്തിലാണ് പ്രവചനങ്ങൾ വരുന്നത്. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ, പുരോഗതി വന്ന് ചേരുന്നതായ സമയമാണ് ഇത്. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം പ്രണയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബഹുമാനം, സ്വീകാര്യത വർദ്ധിക്കും എന്ന് തന്നെ പറയാം. ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമാണ് ഈ സമയം എന്ന് കൂടി മനസ്സിലാക്കുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ ഇഷ്ടദേവതയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രവചനം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭം നേടുകയും ബിസിനസ് വിപുലീകരിക്കുവാൻ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്നും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. വിദേശത്തും സ്വദേശത്തും ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം, അതായത് മിഥുനമാസം, ഏറ്റവും അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഫലദായകമായ ഒരു മാസം തന്നെയാണ് എന്ന് പരാമർശിക്കുവാൻ സാധിക്കും. ജ്യോതിഷ പ്രവചനങ്ങൾ പ്രകാരം ആഡംബരപരമായ കാര്യങ്ങൾ, സുഖ സൗകര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പരാമർശിക്കുന്നു. കൂടാതെ ഈ സമയം വരുമാനം മികച്ചതായി തീരുവാനുള്ള സാധ്യതകൾ, വരുമാനം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും പരാമർശമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും. കൂടാതെ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, കരിയറുമായി ബന്ധപ്പെട്ട് പുതിയ വഴികൾ തുറക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രതിച്ഛായ മെച്ചപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ മാസം നിങ്ങൾക്ക് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനപ്രകാരം ധനപരമായ നേട്ടങ്ങൾക്കും അതേപോലെ തന്നെ വിദേശത്തും സ്വദേശത്തും ജോലി ലഭിക്കുവാനും അനുകൂലമാണ് എന്ന് തന്നെയാണ് പ്രവചനം. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് ഇരട്ടിയായി തന്നെ ഫലങ്ങൾ വരും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ ശ്രദ്ധ പുലർത്തണം. ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നഷ്ടങ്ങൾ, ധനനഷ്ടം, മാനഹാനി എന്നിവ സംഭവിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളും വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെയാണ് ഫലം. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്ന് തന്നെയാണ് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനം. ഈ സമയം നിങ്ങൾക്ക് വരുമാനം മികച്ചതായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രണയവിവാഹം തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ കുടുംബാംഗങ്ങളുടെ പിന്തുണ പല കാര്യങ്ങളിൽക്കും നിങ്ങൾക്ക് ലഭിക്കും. പ്രധാനമായും തൊഴിലുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്.
വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം. പ്രയോജനകരമായ പല കാര്യങ്ങളും ഈ മാസം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ അനുമതി ലഭിക്കുവാനുള്ള സാധ്യതകൾ, അനുമതി പത്രങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വസ്തുവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബന്ധങ്ങളിൽ നിലനിൽക്കുന്നതായ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ സമയം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം തന്നെയാകുന്നു. ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തുക. കൂടാതെ ഏത് കാര്യം ചെയ്യുമ്പോഴും, പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ, ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇരട്ടി ശ്രദ്ധ അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാകുന്നു. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ മാസം എന്ന് തന്നെയാണ് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനം. ധനപരമായ നേട്ടങ്ങളാണ് പ്രധാനമായും വന്നു ചേരുക. പ്രശംസയും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതാകുന്നു, അഥവാ താല്പര്യം വർദ്ധിക്കും. കൂടാതെ ഈ സമയം മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തീർപ്പാകാത്ത പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുകയോ തീർപ്പാവാത്ത ജോലികൾ തീർക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ പല കാര്യങ്ങളും ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. വരുമാനം അല്പം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാവുന്നതുമാണ്. തൊഴിലുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടും വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഈ സമയം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും ഓർക്കുക. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനപ്രകാരം ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് മിഥുനമാസം എന്ന് തന്നെ പരാമർശിക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാൽ പോലും 75% വ്യക്തികൾക്കും ഇത് ബാധകമായി തീരും എന്നതാണ് വാസ്തവം.